നമസ്കാരം. പിണറായി സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തുമ്പോൾ ഇപ്പോഴിതാ മരുമകൻ മന്ത്രി റിയാസും കുരുക്കിലാവുകയാണ്. കോഴിക്കോട്ട് CPMന്റെ കോക്കസ് പുറത്തു വരുമ്പോൾ മന്ത്രി റിയാസിന്റെ അഴിമതി കഥകൾ നാട്ടിൽ പാട്ടാകുന്നു. PSC അംഗത്വം വാഗ്ദാനം ചെയ്തുകൊണ്ട് CPM നേതാവ് 22 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്ന ആരോപണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാർട്ടി പൂർണ്ണമായും പ്രതിരോധത്തിലാവുകയാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായ ഒരു സാമ്പത്തിക കോക്കസ് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണമുയർന്നു. എങ്കിലും അത് ഇത്ര ശക്തമാണ് എന്ന് പാർട്ടി അണികളും അനുഭാവികളും അന്നറിഞ്ഞില്ല. CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കൊട്ടുള്ളിയാണ് കോഴ വാങ്ങിയത് എന്നാണ് ആരോപണം. സംഭവത്തിൽ പരാതിക്കാരിയുടെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു. കോഴ ആരോപണം സംബന്ധിച്ച് മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ പാർട്ടിക്ക് നേരത്തെ പരാതി നൽകിയതാണ്. പ്രമോദ് കൊട്ടുള്ളിക്കെതിരെ നടപടിക്ക് 4-അംഗ കമ്മീഷനെയും CPM നിയോഗിച്ചു. CITU നേതാവ് അടക്കമുള്ള 4-അംഗ കമ്മീഷനെയാണ് അന്വേഷണത്തിന് പാർട്ടി നിയോഗിച്ചത്. ആരോപണത്തിന് പിന്നാലെ പ്രമോദിനെ CPM CITU പദവികളിൽ നിന്ന് നീക്കാനും CPM തീരുമാനിച്ചിരുന്നു. CPMലെ പ്രമുഖ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ള ആളാണ് പ്രമോദ്. മന്ത്രി മുഹമ്മദ് റിയാസിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇയാൾ പല തരികിടകളും നടത്തുന്നത് എന്നാണ് ഉയരുന്ന ആക്ഷേപം. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി സഹയാത്രികനിൽ നിന്നാണ് 22 ലക്ഷം രൂപ ഇയാൾ കൈപ്പറ്റിയത്. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേര് പറഞ്ഞാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. 60 ലക്ഷം രൂപയാണ് ആദ്യം ചോദിച്ചത്. പിന്നീട് അത് 22 ലക്ഷമാക്കി കുറച്ചു. എന്നാൽ CPM PSC അംഗങ്ങളെ തീരുമാനിച്ചപ്പോൾ അതിൽ ഈ വ്യക്തി ഉൾപ്പെട്ടില്ല. മന്ത്രിയുടെ അയൽവാസി കൂടിയാണ് പ്രമോദ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രമോദിന്റെ പേര് പുറത്തു വരുന്നത് കൂട്ടുകച്ചവടത്തിലെ ബലിയാടാക്കലാണ് എന്ന ആക്ഷേപവും രാഷ്ട്രീയ പ്രതിയോഗികൾ ഉന്നയിക്കുന്നുണ്ട്. തുടർന്ന് പണം കൈപ്പറ്റിയ നേതാവ് ആയുഷിൽ ഉയർന്ന പദവി വാഗ്ദാനം ചെയ്തുവെങ്കിലും അതും നടന്നില്ല. തുടർന്ന് പണം തിരിച്ചു ചോദിച്ചെങ്കിലും വാങ്ങിയ പണം ഇതുവരെ തിരികെ നൽകിയിട്ടില്ല. പാർട്ടിയുമായി വളരെ അടുത്ത ബന്ധമുള്ള പരാതിക്കാരൻ സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയതിന് പിന്നാലെ പ്രാഥമിക അന്വേഷണം നടത്തി സംഭവത്തിൽ കഴമ്പുള്ളതായി കണ്ടെത്തി. പരാതി ജില്ലാ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണിപ്പോൾ. സംഭവത്തിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് മന്ത്രി റിയാസിന്റെയും നിലപാട് എന്ന് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരം. നേരത്തെ കോഴിക്കോട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. മന്ത്രി CPM നേതൃത്വത്തിന് ഏകദേശം 1 മാസം മുൻപാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയതായുള്ള വാർത്തകൾ പുറത്തു വന്നത്. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കാണ് പരാതി നൽകിയത്. CITU ജില്ലാ ചുമതല വഹിക്കുന്ന നേതാവ് നേതൃത്വം നൽകുന്ന ഈ കോക്കസിനെ കുറിച്ച് അന്വേഷണം വേണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ കോഴിക്കോട് CPM ജില്ലാ നേതൃത്വം അന്വേഷണം നടത്തിയെങ്കിലും തുടർ നടപടികൾ എന്താണ് എന്നത് വ്യക്തമല്ല. അതേസമയം നേരത്തെയും കോഴിക്കോട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഭരണത്തിന്റെ തണലിൽ ഒരു വിഭാഗം നന്നായി മുതലെടുക്കുന്നുവെന്ന ആരോപണവും ശക്തമാണ്. മുൻ MLA ജോർജ് M തോമസിന്റെ നേരെയുണ്ടായ വിവാദം, കിനാലൂർ എസ്റ്റേറ്റ് വിവാദകാലത്ത് CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമിന്റെ ബന്ധുക്കൾ നടത്തിയ ഭൂമി വാങ്ങിക്കൂട്ടലുകൾ എന്നിങ്ങനെയുള്ള നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ കോഴിക്കോട് പാർട്ടിക്കകത്തുണ്ട്. പിണറായി പക്ഷത്തിന്റെ സമ്പൂർണ്ണ ആധിപത്യമുള്ള CPM ജില്ലാ നേതൃത്വത്തിൽ മുഹമ്മദ് റിയാസിന് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത സാമ്പത്തിക ശക്തികൾ ഉണ്ട് എന്ന് പറയുന്നതും ദുരൂഹമാണ്.